നമുക്കെല്ലാവർക്കും അറിയാം ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. പുള്ളിക്കാരത്തി തികച്ചും ഒരു ഇടതുപക്ഷ ചിന്താഗതിയും ശൈലിയും പ്രവൃത്തിയുള്ള ഒരു ധാർഷ്ട്യം നിറഞ്ഞ അഹങ്കാരം നിറഞ്ഞ ഒരു സ്ത്രീയായിട്ടാണ് ഞാൻ കാണുന്നത്. പുള്ളിക്കാരത്തിയാണ് വേടൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, ഹിരൺദാസ് മുരളി, അൻ അക്യൂസ്ഡ് റേപ്പിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ അവാർഡ്, അതായത് സംസ്ഥാന അവാർഡിലെ ജൂറി അംഗമായിരുന്നു. പുള്ളിക്കാരത്തി ഹിരൺദാസ് മുരളിയെയും ദിലീപിനെയും കമ്പയർ ചെയ്ത് കുറേ വരികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഒരൊറ്റ വരിയിൽ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഇത് വിട്ടുപോകും. ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടൻ്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇതല്ല, ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ്. അതും ഇതും കൂടെ അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടുമല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി ഇനിയുമുണ്ട് കോടതി അയാളെ വിചാരണ. അപ്പോൾ ഈ വരികളോട് എനിക്ക് ഒരു വിയോജിപ്പുണ്ട്. എനിക്ക് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടമാണ്. ഹിരൺദാസ് മുരളി അല്ല, വേടനെ എനിക്കിഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വരികൾ എനിക്കിഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ചിന്താശൈലി, അതായത് കവിതാ ചിന്താശൈലി എനിക്ക് അത്യന്തികം ഇഷ്ടമാണ്. എന്നിരുന്നാലും ഈ നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ ചിന്താഗതിയോട് ഒട്ടും തന്നെ എനിക്ക് യോജിപ്പില്ല. നമുക്കറിയാം, ദിലീപിൻ്റെ കേസിൻ്റെ അന്തിമ വിധി വന്നിരിക്കുന്നു. അന്തിമ വിധി എന്നല്ല, അപ്പീൽ കോടതിയുണ്ട്, മേൽക്കോടതിയുണ്ട്, എന്നാലും വിധി വന്നിരിക്കുന്നു. ദിലീപിനെ വിട്ടയച്ചിരിക്കുന്നു, വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ രണ്ട് പക്ഷമായിട്ട് തിരിഞ്ഞിരിക്കുന്നു. ഇതിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരും ഇതിനെ നിശിതമായിട്ട് വിമർശിക്കുന്ന മറ്റു ചിലരും. അപ്പോൾ ഈ നിശിതമായിട്ട് വിമർശിക്കുന്നവർ ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരാണെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തലുകൾ. 90% ആൾക്കാരും ഇടതുപക്ഷ അനുകൂലികളായിരിക്കാം, അല്ലെങ്കിൽ ചിന്താഗതിക്കാരായിരിക്കാം ഇങ്ങനെ ഈ ഒരു വിധിയെ നിശിതമായിട്ട് വിമർശിക്കുന്നത്. ഞാനിതിനെ അനുകൂലിക്കുന്നതിനകത്ത് കാരണങ്ങളുണ്ട്. ഞാനൊരു ഹാർഡ് കോർ ഫാനല്ല ദിലീപിൻ്റെ പടങ്ങൾ ഇഷ്ടമാണ്. പക്ഷെങ്കിൽ ഞാൻ എൻ്റെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അതിനോടുപരി ഇന്നലെയോ മിനിഞ്ഞാന്നോ KSRTC ഒരു സംഭവം നടന്നു. നടൻ ദിലീപിന്റെ സിനിമ KSRTC ബസ്സിൽ പ്രദർശിപ്പിച്ചതിനെതിരെ യാത്രക്കാരുടെ പ്രതിഷേധം. യാത്രക്കാരിൽ ഒരു സംഘം പ്രതിഷേധിച്ചു, ഒരു സംഘം അനുകൂലമായി നിന്നു. എന്തായാലും അതിൽ സിനിമ നിർത്തി വെക്കേണ്ടി വന്നു. അങ്ങനെ ബസ്സിൽ പ്രതിഷേധിച്ച ഒരാളാണ് SUCI പ്രവർത്തകയും റിസർച്ച് സ്കോളറുമായ ലക്ഷ്മി ശേഖർ, പത്തനംതിട്ട സ്വദേശിനിയാണ്. എന്താണ് ബസ്? ഈ പ്രകാരം സ്വിഫ്റ്റ് ബസ്സിനകത്ത് ദിലീപിൻ്റെ പടം ഇടുന്നു. 2 തട്ടായിട്ട് ജനങ്ങൾ തിരിയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നു. ഈ അടി ഉണ്ടാക്കുന്നതിൻ്റെ തുടക്കം സുസി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് അനുകൂല ചിന്താഗതിയുള്ള ഒരു ചെടുത്തിയാണ് ഈ ഒരു അടി ഉണ്ടാക്കുന്നത്. ദിലീപിൻ്റെ പടം വെച്ചുകൂടാ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാര്യം, ഈ ഒരു കേസ് ഒരു CBI കൊണ്ട് അന്വേഷിച്ചാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു അന്തിമ വിധി വരുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം വന്നാൽ ഒരു പക്ഷെങ്കിൽ ഇപ്പോഴത്തെ അതിജീവനയുടെ സ്ഥാനത്ത് ദിലീപ് വരും എന്നുള്ള ഒരു ഉദ്ദേശക്കാരനാണ് ഞാൻ. അതിൻ്റെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. ഇവിടെ ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ദിലീപ് അല്ല ആ കോൺസ്പിറസി നടത്തിയെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. എനിക്കും അതുതന്നെയാണ് ചിന്തിക്കാനുള്ളത്. ഇവിടെ ഒരു കോൺസ്പിറസി നടന്നു, പക്ഷേ ആ കോൺസ്പിറസി നടന്നത് ഇതൊരു തിരക്കഥയാണെന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. അതിൻ്റെ കൃത്യമായിട്ടുള്ള സാഹചര്യമുണ്ട്. ഒന്ന്, ഞാനൊരു ഉദാഹരണം സഹിതം പറയാം. നമ്മൾ ആരെങ്കിലും ഈ വഴി കൂടെ പോവുകയാണ്. വഴി കൂടെ പോകുമ്പോൾ അവിടെ ഒരു പീഡനം നടക്കുന്നു, ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നു. നമ്മൾ ആ നീചന്മാരെയെല്ലാം അടിച്ചോടിച്ചിട്ട് ആ സ്ത്രീയായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. അപ്പോൾ പോലീസ് എന്താ ചെയ്യുന്നത്? നമ്മളെ പിടിച്ച് ചായ തന്നിട്ട് അങ്ങ് പറഞ്ഞു വിടുകയല്ല ചെയ്യുന്നത്. നമ്മളെ അവിടെ ഇരുത്തിക്കൊണ്ട് FIR തയ്യാറാക്കിക്കൊണ്ട് മെഡിക്കൽ റിപ്പോർട്ടും എല്ലാം തയ്യാറാക്കിക്കൊണ്ട് നമ്മളെ അതിനകത്ത് 2ാമത്തെ സാക്ഷിയാക്കിയാണ്. 1ാമത്തെ സാക്ഷി വിക്ടമാണല്ലോ. സാക്ഷിയാക്കിക്കൊണ്ട് നമ്മളുടെ ഗാഡ്ജറ്റ് എല്ലാം പിടിച്ച് പരിശോധിക്കേണ്ട ഒരു കടമ അവർക്കുണ്ട്. കാര്യം എന്താണ്? നമ്മൾ ഏതൊരു കാരണവശാലും ഈ ക്രിമിനൽസുമായിട്ട് ബന്ധമുണ്ടോ, നമ്മൾ പറഞ്ഞിട്ട് ചെയ്തതാണോ, അവിടെ ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ടോ എന്ന് പോലീസിന് കണ്ടെത്തേണ്ട കടമയുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് നടന്നത്?
ദിലീപിൻ്റെ കേസിൽ അതിജീവന ഓടിച്ചെന്നത് ലാലിൻ്റെ വീട്ടിലാണ്. ലാലിൻ്റെ മകനും ലാലും കൂടെ ചേർന്നാണ് അതിജീവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്. പോലീസ് സ്റ്റേഷനിലല്ല കൊണ്ടുപോകുന്നത്, DGPയുടെ അടുത്ത് കൊണ്ടുപോകുന്നു. പോലീസ് സ്റ്റേഷൻ പോലുമല്ല, ഡയറക്റ്റ് DGPയുടെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ ഈ ഒരു കേസിൻ്റെ ഉടനീളം ഈ പറയുന്ന ലാലിനെയോ അദ്ദേഹത്തിൻ്റെ മകനെയോ സാക്ഷി ചേർക്കുകയോ അദ്ദേഹത്തിൻ്റെ ഗാഡ്ജറ്റോ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല ഈ അന്വേഷണ സംഘം. രണ്ടാമത്തെ കാര്യം, ഈ കേസിൻ്റെ ഒരു സമ്മറി നമുക്ക് നോക്കാം. സമ്മറി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 ഫെബ്രുവരി മാസം 17-ാം തീയതിയാണെന്ന് തോന്നുന്നു ഈ സംഭവം നടക്കുന്നത്. 9 ദിവസത്തിനകം എല്ലാ ക്രിമിനൽസിനെയും പിടിക്കുന്നു. പൾസർ സുനി ഉൾപ്പെടെ ഉള്ള ആൾക്കാരെ എല്ലാം പിടിക്കുന്നു. അവരുപയോഗിച്ച എല്ലാവിധ ഗാഡ്ജറ്റും സീസ് ചെയ്യുന്നു. പോലീസ് കണ്ടെത്തുന്നു, പിടിക്കുന്നു. ഏകദേശം മാർച്ചോടുകൂടി ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്നു. അപ്പോൾ ഈ 9 ദിവസം, അതായത് ഈ ക്രിമിനൽസിനെ പിടിക്കുന്നതിന് മുമ്പ് ദിലീപിനെ ചോദ്യം ചെയ്യുന്നു. ദിലീപിനെ ചോദ്യം ചെയ്ത സാഹചര്യമോ എന്തിനാണെന്നോ എനിക്കറിയത്തില്ല. ദിലീപിനെ ചോദ്യം ചെയ്യുന്നു, ദിലീപിൻ്റെ ഫോണുകളെല്ലാം ചെക്ക് ചെയ്യുന്നു, പുള്ളിയുടെ റൂട്ട് മാപ്പ് എല്ലാം എടുക്കുന്നു. എന്നിട്ട് പുള്ളിക്കാരനെ പറഞ്ഞു വിടുന്നു. ഒന്നും ഗിൽറ്റി ആയിട്ട് അല്ലെങ്കിൽ സംശയാസ്പദമായ രീതിയിൽ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പുള്ളി അങ്ങ് പറഞ്ഞു വിടുന്നു. അപ്പം നിങ്ങൾ ആലോചിക്കണം, പൾസർ സുനി ഉൾപ്പെടെ ആൾക്കാരെ പിടിച്ചിട്ടില്ല. അതിൻ്റെ മുമ്പാണ് ദിലീപിനെ പിടിക്കുന്നത്, ചോദ്യം ചെയ്യുന്നത്. ഓക്കെ, പുള്ളിയെ വിട്ടു. അപ്പോൾ പുള്ളി ഒരു രീതിയിലും ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ ആ ഒരു അന്വേഷണ സംഘത്തിന് പറ്റിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചിലാണ് ഇതിൻ്റെ റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുന്നത്. ഈ പറയുന്ന പൾസർ സുനിയെയും കൂട്ടാളികളെയും റിമാൻഡ് ചെയ്യുന്നു. അങ്ങനെ പൾസർ സുനിയും കൂട്ടാളികളും ജയിലിൽ വരുന്നു. ഗോപാലകൃഷ്ണൻ ദിലീപ് യാതൊരു വിധത്തിൽ ഈ കേസുമായിട്ട് ബന്ധമില്ല. ദിലീപിൻ്റെ ഫോണും ചെക്ക് ചെയ്തു, എല്ലാം ചെക്ക് ചെയ്തു, ഒരു രീതിയിലും ബന്ധപ്പെട്ടില്ല. അതിനുശേഷം നടക്കുന്ന കാര്യത്താണ് വലിയ ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം. ദിലീപിൻ്റെ ഫോണിലേക്ക് പൾസർ സുനിയുടെ സഹതടവുകാരൻ ഫോൺ വിളിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, എവിടെ കിടന്നാണ് വിളിക്കുന്നത്? ജയിലിനകത്ത് കിടന്നാണ് വിളിക്കുന്നത്. മുമ്പ് ഇതേ ശൈലി ആവിഷ്കരിച്ചിട്ടുള്ളത് TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ക്രിമിനൽസാണ് ഈ പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. അവർക്ക് ഈ പറയുന്ന ജയിലിൽ കഞ്ചാവ്, ബീഡി, അതുപോലെ തന്നെ മൊബൈൽസ്, എല്ലാവിധ സൗകര്യവും സർക്കാർ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു വിചാരമാണ് എനിക്കുള്ളത്. കാര്യം എന്താ, ന്യൂസിൽ കൂടെ നമ്മളെല്ലാവരും കാണുന്നതാണ്. ഇവന്മാർ മൊബൈലുമായിട്ട് സംസാരിക്കുന്നു, അത് പിടിക്കപ്പെടുന്നു, ചർച്ചയാകുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ശൈലി ദിലീപിൻ്റെ കേസിൽ വന്നിരിക്കുന്നു. വിഷ്ണു എന്ന് പറയുന്ന സഹതടവുകാരൻ, പൾസർ സുനിയുടെ സഹതടവുകാരൻ നല്ല ഫോൺ എടുത്ത് ദിലീപിനെ വിളിക്കുന്നു. അണ്ണാ, പൾസർ സുനിക്ക് കാശ് കൊടുക്കണം. ദിലീപ് ഇത് കേട്ട് പേടിച്ചു. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു മുട്ടുസൂചി പോലും വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ ജയിലിലുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു പ്രവൃത്തി ഫോണിൽ കൂടെ ദിലീപിനെ വിളിക്കുന്നത്. തീർന്നിട്ടില്ല, പൾസർ സുനിക്ക് തൂലികയും പേപ്പറും നല്ല ലീഗൽ പേപ്പറും കിട്ടുന്നു. നല്ല പേപ്പറൊക്കെ കിട്ടുന്നു. പൾസർ സുനി ഒരു ലെറ്റർ തയ്യാറാക്കി വേണ്ടപ്പെട്ട ദിലീപ് ഏട്ടന് എഴുതുന്നു പൾസർ സുനിയുടെ സങ്കടം. ഇത് കൊടുത്തതാരാ? വാർഡൻ. അല്ലാതെ എവിടുന്ന് പേപ്പർ കിട്ടത്തില്ല, പേനയും കിട്ടത്തില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിജീവനെ മാർച്ച് 23-ന് ഒന്നുകൂടെ ചോദ്യം ചെയ്യുന്നു. അതായത് അന്വേഷണ സംഘം കൊടുത്തിരിക്കുന്ന മൊബൈലും പേപ്പറും പേനയും പ്രതികളെ വെച്ച് ദിലീപിനെ വിളിപ്പിച്ച് അതൊരു പോയിന്റ് ആക്കിയാണ് ഇവർ ചെയ്തത്. അപ്പം അതിജീവനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നു. ദിലീപിൻ്റെ കൂട്ടുകാരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ദിലീപിനെ വിളിപ്പിക്കുന്നു. അപ്പോൾ ഇതിനോടിടയ്ക്ക് ദിലീപ് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. അനാവശ്യമായിട്ട് എന്നെ ഈ കേസിനകത്ത് പെടുത്തുന്നു എന്ന് പറഞ്ഞ് വേറെയൊക്കെ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ഈ കംപ്ലൈൻറ്റിൻ്റെ യാതൊരുവിധ ഫീഡ്ബാക്കും വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഒരു സമ്പ്രദായം വരുന്നത്. അങ്ങനെ ദിലീപിനെ പിടിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു. ജൂലൈ മാസമാണ്, ജൂലൈ 9-10 അങ്ങാണ്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു. 90 ദിവസം ജയിലിൽ കിടക്കുന്നു. അപ്പോൾ ഹൈക്കോടതി പറയുന്നത് പ്രഥമ ദൃഷ്ടിയാൽ ദിലീപിന് ഇതിന് ബന്ധമുണ്ടെന്ന് കാണുന്നു എന്നാണ് പറഞ്ഞത്. പ്രഥമ ദൃഷ്ടിയാൽ, അതായത് ആദ്യത്തെ ദൃഷ്ടിയിൽ. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യമാണ് അവിടെ നടന്നത്. ദിലീപിനെ പിടിച്ച തൊട്ട് ഈ ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നു തൊട്ട് ദിലീപിനെ പിടിച്ച വരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ
ഈ പൾസർ സുനിയെ പിടിക്കുന്നതിന് മുമ്പ് ദിലീപിനെ പിടിച്ചു, ചോദ്യം ചെയ്തു, പുള്ളിക്കാരൻ്റെ മൊബൈലെല്ലാം എടുത്തു, പുള്ളി അതെല്ലാം സീസ് ചെയ്ത് എല്ലാവിധ സൈബർ വിദഗ്ധരും ചെക്ക് ചെയ്ത് പുള്ളിയുടെ ഓരോ പുതിയ മൊബൈലും ചെക്ക് ചെയ്തിട്ട് പിടിക്കാത്ത കേസ് പൾസർ സുനി ഒരു ലെറ്റർ എഴുതിയപ്പോൾ അല്ലെങ്കിൽ വിഷ്ണു ഒരു കോൾ ചെയ്തപ്പോൾ ഈ പറയുന്ന ദിലീപ് ഇതിനകത്ത് പ്രതിയാകുകയാണ്. അപ്പോൾ പ്രതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റേപ്പ് നടത്തിയ പ്രതിയല്ല, ക്രിമിനൽ കോൺസ്പിറസി നടത്തിയ ഒരു പ്രതിയായിട്ടാണ് പോലീസ് കണക്കാക്കുന്നത്. അങ്ങനെ ഈ റിപ്പോർട്ട് കോടതിയിൽ പോകുന്നു, കോടതി വിചാരണ നടക്കുന്നു. അങ്ങനെയാണ് 9 വർഷത്തിന് ശേഷം ഈ വിധി വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇവിടെ ലാലിനെയോ മകനെയോ അയാളുടെ ഗാഡ്ജറ്റോ ഒന്നും പിടിക്കാതെ ഈ ദിലീപിനെ ക്രിമിനലായിട്ടുള്ള ഒട്ടനവധി ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള പൾസർ സുനി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇവിടെ കോൺസ്പിറസി അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയത് ലാലാണോ ഈ പറയുന്ന ദിലീപാണോ ഗോപാലകൃഷ്ണനാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ലാലിൻ്റെ ഫോണോ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും എടുത്ത് പരിശോധിച്ചിട്ടില്ല. ഇപ്പം ഇത്രയും വർഷം കഴിഞ്ഞു, ആ ഫോൺ ഈ ലോകത്തിൽ പോലും ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. ഏത് ലാലിൻ്റെ ഫോൺ അതൊക്കെ പോയി കാണും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. ഇവിടെ കോൺസ്പിറസി നടത്തിയത് ദിലീപാണോ ലാലാണോ എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ കോടതിയിൽ ഈ ഒരു കേസ് ചെല്ലുമ്പോൾ, അതായത് പോലീസ് പിടിച്ച് റിമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ പിടിച്ച് ജയിലിലടക്കിയ 90 ദിവസം കഴിഞ്ഞ് വിടുക എന്ന് പറയുന്നത് ആത്യന്തിക വിധിയല്ല. ഈ വിധി നടക്കുന്ന എപ്പോഴാണ്? കോടതി ചെല്ലുമ്പോഴാണ്. കോടതി ചെല്ലുമ്പോൾ ഈ കോൺസ്പിറസി, അതായത് ഗൂഢാലോചനയ്ക്ക് തെളിവുണ്ടായിരിക്കണം, അല്ലേ? അതായത് ഈ ക്രിമിനൽ ഒഫൻസിനകത്ത് ദിലീപിന് നേരിട്ട് പങ്കില്ല. അതായത് അതിജീവനെ പീഡിപ്പിച്ച് ഫോട്ടോയും വീഡിയോയും പകർത്തിയ ആ ഒരു സീനിൽ ദിലീപില്ല. ദിലീപ് എന്താണ് ഈ കൊട്ടേഷൻ കൊടുത്തതിനകത്ത് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്താണ് നടക്കേണ്ടത്? ഈ ക്രിമിനൽ പ്രതികളും ദിലീപും തമ്മിൽ നേരിട്ടോ ഫോണിൽ കൂടിയോ സോഷ്യൽ മീഡിയയിൽ കൂടിയോ ബന്ധമുണ്ടെന്ന് നിയമപരമായിട്ട് പോലീസ് കോടതിക്ക് മുന്നിൽ തെളിയിക്കണം. അത് ഡിജിറ്റൽ തെളിവായിരിക്കാം, ഫോട്ടോസ് ആയിരിക്കാം, മറ്റെന്തോ ആയിരിക്കാം. ഇത് കോടതിയിൽ തെളിയിക്കണം. അപ്പോൾ ഈ തെളിയിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ ദിലീപ് ഈ കോൺസ്പിറസിക്കകത്ത് പങ്കുണ്ടെന്ന് തെളിയിക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും പത്രം വായിച്ചതാണ്, മാധ്യമങ്ങൾ കണ്ടതാണ്, സോഷ്യൽ മീഡിയ കണ്ടതാണ്. ലാലും മകനും ഒഴികെ 248 അധികം സാക്ഷികളെ വിസ്തരിച്ചു. പ്രധാനപ്പെട്ട സാക്ഷികളെ വിസ്തരിച്ചിട്ടില്ല. വിസ്തരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു സത്യസന്ധമായിട്ടുള്ളൊരു കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് കോടതി, ബഹുമാനപ്പെട്ട കോടതി. ഹണി എന്ന് പറയുന്ന ഒരു ജഡ്ജാണ്. പുള്ളിക്കാരത്തി പണ്ട് കൊല്ലത്ത് മുനിസിപ്പലും കണ്ടിരുന്നതാണ്. തികച്ചും സത്യസന്ധതയായിട്ടുള്ള ഒരു മാഡമാണെന്നാണ് അന്നവിടെ കൊല്ലത്ത് പറയപ്പെടുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തിയാണ് ഇതിനെ വിധിച്ചത്. അപ്പോൾ ദിലീപിനെ പിടിച്ചു, ദിലീപിൻ്റെ ഗാഡ്ജറ്റ് മൊത്തം പരിശോധിച്ച് അതിനകത്ത് പോലും ദിലീപ് ഈ പറയുന്ന വ്യക്തിയായിട്ട് ഒരു ഫോൺ സംഭാഷണമോ നേരിട്ടോ അല്ലാതെയോ എവിടെ വെച്ചും ബന്ധപ്പെടുത്താൻ അന്വേഷണ സംഘത്തിന് പറ്റിയിട്ടില്ല. മറിച്ച് ഇവിടെ ലാലിൻ്റെ ഫോണും അതുപോലെ തന്നെ അതിജീവനയുടെ ഡ്രൈവറുടെ ഫോണും ലാലിൻ്റെ മകൻ്റെ ഫോണും ഇതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഇത് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഈ ഗൂഢാലോചന ഒരു തിരക്കഥയായി മാറിയേനെ, അല്ലേ? കാര്യം ഈ അതിജീവന എന്ന് പറയുന്ന സൗത്ത് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ആക്ട്രസ് കാറേ വരുന്നു, ഈ പറയുന്ന പൾസർ സുനി വരുന്നു, ഇവർ തമ്മിൽ ഒരു സ്ഥലത്തെത്തുന്നു, ലാലിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ വരുന്നു, ഈ ഒരു പ്രസ്ഥാനം നടക്കുന്നു, ലാലിൻ്റെ വീട്ടിൽ ഓടിക്കേറുന്നു. ഈ സൗത്ത് ഇന്ത്യൻ ഫെയിമായിട്ടുള്ള ആക്ട്രസിനെ ആരും കാണുന്നില്ല, ലാലും മകനും മാത്രമാണ് കാണുന്നത്, ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസിനെ. എന്നിട്ട് ലാലിൻ്റെ മകൻ്റെയോ ലാലിൻ്റെയോ ഫോണോ ഈ അതിജീവനിയുടെ ഡ്രൈവറിൻ്റെ ഫോണോ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മറിച്ച് ഈ പറയുന്ന മെമ്മറി കാർഡോ ഈ ഡിജിറ്റൽ രേഖകളും പൾസർ സുനിയുടെയും കൂട്ടാളികളുടെയാണ് എടുത്തിരിക്കുന്നത്. അതെന്താണ്? ആ വീഡിയോയ്ക്കകത്ത് ദിലീപിനെ പറ്റി പരാമർശിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആ പരാമർശം ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കത്തക്ക രേഖകൾ കോടതിക്ക് മുന്നിൽ അന്വേഷണ സംഘം സമർപ്പിക്കണം. അല്ലാതെ എങ്ങനെ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ചുമ്മാ ഒരു റേപ്പ് നടന്നു,
അതൊരു ഗൂഢാലോചനയാണ്. റേപ്പിസ്റ്റ് പറയുക എന്നോട് മറ്റവൻ പറഞ്ഞിട്ടാണ് ഞാൻ റേപ്പ് ചെയ്ത് എന്ന് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് നിയമത്തിൽ തെളിവുകൾ വേണം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ 2025 ഒരു വിധി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പർവീൻ അറ്റ് സോനു വാസ് എ സ്റ്റേറ്റ് ഓഫ് ഹരിയാന. അപ്പോൾ ആ ജഡ്ജിമെൻറ്റിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്, an accused person cannot be convicted of criminal conspiracy on the basis of a co-accused confession independent of corroboratory evidence. അതായത് ചുമ്മാ തെളിവുകളില്ലാതെ ഒരു പ്രതി കോടതിക്ക് മുന്നിൽ പറയുകയാണ്, ഇന്ന പ്രതി പറഞ്ഞിട്ടാണ് ഞാൻ ഈ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കോടതി മുഖവിലക്കെടുക്കത്തില്ല. നിയമത്തിൻ്റെ മുന്നിൽ തെളിവുകൾ വേണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. കോൺസ്പിറസി കേസ് ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് ചുമ്മാ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഈ സോനുവാസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന പ്രത്യേകം സുപ്രീം കോടതി പറയുന്നുണ്ട്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ ഒരു അക്യൂസ്ഡിനെ കൺവിക്റ്റഡ് ആക്കാൻ പറ്റുള്ളൂ, അല്ലാതെ സഹപ്രതി പറയുന്ന കൂട്ട് ചുമ്മാ അങ്ങ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, എ കൺഫെഷൻ മെയ്ഡ് ബിഫോർ എ പോലീസ് ഓഫീസർ ആർ ജനറലി inadmissible in court unless made in the immediate presence of a magistrate. അതായത് ഈ ഒരു സഹപ്രതി പൾസർ സുനിയാന്ന് ഓർത്തോ, ചുമ്മാ പോലീസിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുക ദിലീപ ജയിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുമ്പോൾ അവിടെ ഒരു മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യം കൂടെ വേണം. എന്നാൽ മാത്രമേ ഉള്ളൂ ആ പറയുന്ന മൊഴിക്ക് എന്നതേലും വില വരുള്ളൂ. വിലയെന്ന് മാത്രമേ ഉള്ളൂ, മുഖവിലയ്ക്ക് എടുക്കുകയുള്ളെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയാണെന്നല്ല, മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ. മജിസ്ട്രേറ്റ് വേണം, മജിസ്ട്രേറ്റിന് മുമ്പിൽ വേണം. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ പൾസർ സുനി പറഞ്ഞു ദിലീപാണ് ചെയ്തത്, അതുകൊണ്ട് ദിലീപാണ് എന്ന് ഒരിക്കലും ഒരു കോടതിക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇനിയും ഞാൻ പറയുന്നു, ഇവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. എൻ്റെ കണക്കുകൂട്ടൽ ഇപ്രകാരമാണ്. ഇവിടെ നടന്നത് മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള സിനിമാ മാഫിയ ദിലീപ് എന്ന് പറയുന്ന ഗോപാലകൃഷ്ണനെ സിനിമാ മേഖലയിൽ തന്നെ ഇല്ലാതാക്കാൻ നടത്തിയ ഒരു കോൺസ്പിറസിയാണ് ഞാൻ പറയുകയാണ്. കാര്യം അതിനകത്ത് വ്യക്തതയുണ്ട്. ഇവിടെ മട്ടാഞ്ചേരി മാഫിയ ആയിട്ടുള്ള ആസിഫ് അലി, പൃഥ്വിരാജ്, മെഗാസ്റ്റാർ, അങ്ങനെ ഈ പറയുന്ന റീമ കല്ലിങ്ങലിൻ്റെ ഭർത്താവ്, പിന്നെ ഒരു സൈനോറായോ, പാർവതി, ഇവരൊക്കെ ഈ ഒരു ചേരിയിലുള്ള ആൾക്കാർ, മട്ടാഞ്ചേരി മാഫിയയിലുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 2017 പിണറായി സർക്കാരുള്ള സമയം തൊട്ട് 2025 പിണറായി സർക്കാരുള്ള സമയം വരെ കേരളത്തിൻ്റെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ ആ ഒരു സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇവിടെ മട്ടാഞ്ചേരി മാഫിയകൾക്ക് മാത്രമേ ഉള്ളൂ അവാർഡ് കിട്ടിയിട്ടുള്ളൂ. പ്രധാനമായിട്ടും 90% മമ്മൂട്ടി, ഫഹദ്, പാർവതി, ഒരു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന്, സുരാജ് വെഞ്ഞാറമ്മൂട്, പൃഥ്വിരാജന്, ഇവർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. ആസിഫ് അലി, ഇവർക്കൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവരാണ്. ഈ ആസിഫ് അലി നേരിട്ട് വന്ന് പറഞ്ഞു ദിലീപിനെ തൂക്കിക്കൊല്ലണം. പൃഥ്വിരാജ് വന്ന് പറഞ്ഞു. പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയം എമ്പുരാനിൽ കൂടെ നമ്മൾ വ്യക്തമായതാണ് അല്ലേ? ഇവരെല്ലാം ഈ പറയുന്ന മട്ടാഞ്ചേരി മാഫിയ ആയിട്ടുള്ള ആൾക്കാരുകളെല്ലാം ദിലീപിനെ തള്ളിപ്പറഞ്ഞു. ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ സിനിമാ മേഖലയിൽ തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ മട്ടാഞ്ചേരി മാഫിയയുടെ വേറൊരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ ഒരു വേവ് ക്രിയേറ്റ് ചെയ്യുക, അവരുടെ പടം വിജയിപ്പിക്കുക, തന്മൂലം മനുഷ്യൻ്റെ ചിന്താഗതിയെ പിടിച്ച് മേടിക്കുക. ഷെടാ ബൺമസ്ക ട്രെൻഡിങ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ദിലീപിനെ കൊലയാളിയാക്കാൻ എന്ത് പാടിയിരിക്കുന്നത്? അപ്പോൾ ഒരു വേവ് ക്രിയേറ്റ് ചെയ്യുക. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഏറ്റവും ബയസ്ഡായ ഒരു വിധിയാണ്. കാരണം ഈ പ്രതി വരുമ്പോൾ ഒരു ജഡ്ജി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്?
അത്ര ബഹുമാനത്താണ് ജഡ്ജി എന്നെ വിധി പറയുന്നതും കേസ് നടത്തുന്നതും. നമ്മൾ ആദ്യം മുതൽ ഫോളോ ചെയ്യുന്ന ആളാണ്. ഇതിനു വേണ്ടി അധ്വാനിച്ച വിമൻ കളക്റ്റീവ് വക്കീലന്മാരെ, ഇവൻ വിസ തട്ടിപ്പിലെ പ്രതിയാണ്. ഇവനാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട കോടതി ദിലീപ് വന്നപ്പം എഴുന്നേറ്റ് തൊഴുതു എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇവനെതിരെ കോടതി അലക്ഷ്യ കുറ്റം ചാർത്തണം, ഇവനെ ജയിലിൽ തുറങ്കലിൽ അടയ്ക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണ പരത്തുകയാണ് ഇവിടെ നടത്തുന്നത്. സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇവിടെ ലാലിൻ്റെ മകൻ്റെയും ഈ പറയുന്ന അതിജീവനയുടെ ഡ്രൈവറുടെയും എല്ലാം ഗാഡ്ജറ്റ്സും അവരുടെ റൂട്ട് മാപ്പും അന്ന് എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഈ ഒരു കോൺസ്പിറസിക്കകത്ത് രക്തസാക്ഷി ദിലീപാണ്. മറ്റൊന്നും വേണ്ട, പൾസർ സുനി കുറച്ചു കാലം വെളിയിലിറങ്ങി നടന്നു. പൾസർ സുനിക്ക് ജാമ്യം മേടിച്ചു കൊടുത്ത ശ്രീറാം പാറക്കാട് എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതി മുതിർന്ന ഒരു അഭിഭാഷകനുണ്ട്. അദ്ദേഹത്തിൻ്റെ റേറ്റൊക്കെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ ഇവൻ ഈ പൈസ കൊടുത്തത്, പൾസർ സുനിക്ക് പൈസ കൊടുക്കുന്നതും ആഡംബര വണ്ടി കൊടുക്കുന്നതും ഇതൊക്കെ ആരാണ് കൊടുക്കുന്നത്? ദിലീപ് അല്ല കൊടുക്കുന്നത്. ഇതൊക്കെ ആരാ കൊടുക്കുന്നത്? ഇതിനകത്തെ മാഫിയകളാണ്, മട്ടാഞ്ചേരി മാഫിയകളുടെ കൂട്ടാളികളാണ്. മട്ടാഞ്ചേരി മാഫിയയ്ക്ക് എന്താണ് വേണ്ടത്? ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ദിലീപ് കേരളത്തിൻ്റെ സിനിമയിൽ ഉണ്ടാകരുത്. ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണല്ലോ സുരേഷ് കുമാർ, പ്രൊഡ്യൂസർ, തിരുവനന്തപുരംകാരൻ, അദ്ദേഹം മനോരമയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മാസം 9 എഡിഷൻ മനോരമ പേപ്പറിലാണെന്ന് തോന്നുന്നു. പുള്ളി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, സത്യം വിജയിച്ചു, സിനിമാ മേഖലയിൽ ഉള്ളവർ തന്നെ പണിതിട്ടാണ് ദിലീപ് അകത്ത് പോയെന്ന്. പുള്ളി വ്യക്തമായിട്ട്, പുള്ളിക്കൊന്നും അറിയാൻ മേലാത്ത ആളല്ലല്ലോ, വർഷങ്ങളായിട്ട് സിനിമാ മേഖലയിലുള്ള വ്യക്തിയാണ്, പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് ദിലീപ് എന്ന് പറയുന്ന മനുഷ്യനെ കോടതിക്ക് മുന്നിലല്ല ജനങ്ങളുടെ മുന്നിൽ വിചാരണയ്ക്ക് ഇട്ടുകൊടുക്കുകയാണ് ഈ സോഷ്യൽ മീഡിയ വേവ് ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള മട്ടാഞ്ചേരി മാഫിയ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ KSRTCയിൽ നടന്ന ആ വെല്ലുവിളി. ആ വെല്ലുവിളി ഉന്നയിച്ചതാരാണ്? സുസി എന്ന് പറയുന്ന ആ സംഘടനയിലെ ഒരു പ്രവർത്തക. ഇടതുപക്ഷ ചിന്താഗതി, തീവ്രവാദ ചിന്താഗതി, ആൻറ്റി നാഷണലിസ്റ്റ്. നിങ്ങൾ എന്താണ് സുഹൃത്തുക്കളെ കണ്ടിരിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 8 നില പൊട്ടിയിട്ടില്ലേ ഇടതുപക്ഷം എന്ന് പറയുന്ന ചിന്താഗതി രാജ്യ നയങ്ങൾക്കെതിരായിട്ടുള്ള ചിന്താഗതിയാണ്. തീവ്രവാദത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ചിന്താഗതിയാണ്. സത്യത്തിനെ വിചാരണ ചെയ്യുന്ന ചിന്താഗതിയാണ്. സത്യത്തിനെ മൂടിവെക്കുന്ന ചിന്താഗതിയാണ്. അപ്പോൾ ഈ ചിന്താഗതിയാണ് ഇടതുപക്ഷ ചിന്താഗതി. അതാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയെ അത്യന്തികം തള്ളിപ്പറയുന്നത്. ഞാനിവിടെ പറയുന്നത്, ഇവിടെ ഒരു CBI അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു കേസിനൊരു ട്വിസ്റ്റ് വരുള്ളൂ. അങ്ങനെ ട്വിസ്റ്റ് വന്നാൽ ഒരു പക്ഷെങ്കിൽ ഇവിടുത്തെ മട്ടാഞ്ചേരി മാഫിയ തകർന്നു പോയിരിക്കും. നമുക്കറിയാം, ഇവിടെ അതിജീവനമാരുടെ ഒരു വലിയ കാലഘട്ടമാണ് നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിജീവന, ദിലീപിൻ്റെ അതിജീവന, വേടൻ്റെ അതിജീവന, മുകേഷിൻ്റെ അതിജീവന, ഈ പറയുന്ന സിദ്ദിഖിൻ്റെ അതിജീവന. ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, സിദ്ദിഖ് ഈ പറയുന്ന റേപ്പ് കേസിൽ വാറണ്ട് വന്നപ്പോൾ ഈ ഒളിപ്പിച്ച വ്യക്തി ആരാന്ന്? ഈ മട്ടാഞ്ചേരി മാഫിയയിലെ ഈ ഇന്ത്യൻ മഹാരാജ്യം മൊത്തം അറിയുന്ന ഒരു പ്രായം ചെന്ന വ്യക്തിയാണ്. ഒരു വലിയ പ്രധാന നടൻ്റെ വീട്ടിലാണ് ഈ സിദ്ദിഖിനെ ഒളിപ്പിച്ചത്. അതെല്ലാവർക്കും അറിയാം. അപ്പം സിദ്ദിഖിൻ്റെ കേസിലും വേടൻ്റെ കേസിലും മുകേഷിൻ്റെ കേസിലും അതിജീവനമാരില്ല. അവരൊന്നും പെണ്ണുങ്ങളല്ല, അവരൊന്നും സങ്കടപ്പെട്ടിട്ടില്ല, അവർക്കൊന്നും വേദനയില്ല. കാര്യം എന്താ? അവർ സാധുക്കളായിട്ടുള്ള സ്ത്രീകളാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാ നിയമത്തിനും ഒരേ ലെവലായിട്ടുള്ള കാര്യമല്ലേ വേണ്ടത്. പക്ഷെങ്കിൽ ഈ ഇടതുപക്ഷ ചിന്താഗതിയുള്ള കപട മനുഷ്യവാദികൾ എപ്പോഴും സത്യത്തിനെ വികൃതമാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതൊരു CBI കൊണ്ട് അന്വേഷിക്കണം. ഇവിടെ യഥാർത്ഥമായിട്ടുള്ള രക്തസാക്ഷി ദിലീപാണ്. അപ്പോൾ സത്യത്തിൻ്റെ മുഖം വികൃതമാക്കുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാരെ ജനങ്ങൾ തള്ളിപ്പറയണം എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി.